വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ. മെയിൻ റോഡിൽ നിന്നും വെറും 400 മീറ്റർ അകലെയായി 3 ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ 58,000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ 700-ലധികം സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ. കണ്ടാക്ട് നൗ ഫോർ ബുക്കിംഗ്. വീടുകളിൽ കയറി വോട്ടർമാരെ നേരിൽ കണ്ടുള്ള വോട്ടഭ്യർത്ഥനയുമായുള്ള പ്രചരണത്തിലാണ് ജില്ലാ പഞ്ചായത്തിന്റെ മുതുതല ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥി ടി കൃഷ്ണൻകുട്ടി. തികച്ച ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥിയുടെ പ്രചരണം. മുതുതല ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ NDA സ്ഥാനാർത്ഥി ടി കൃഷ്ണൻകുട്ടിയുടെ പ്രചരണം പുരോഗമിക്കുകയാണ്. വീടുകൾ കയറിയുള്ള വോട്ടഭ്യർത്ഥനയാണ് ഇപ്പോൾ നടക്കുന്നത്. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് പ്രചരണം നടക്കുന്നത്. പ്രചരണം 2ാം ഘട്ടത്തിലെത്തി. നിലവിൽ BJP പട്ടാമ്പി നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റാണ് ടി കൃഷ്ണൻകുട്ടി. 3 തവണ മുതുതല ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. 2000-ൽ മുതുതല ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. ആദ്യമായാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. ഡിവിഷനിൽ വിജയം നേടാനാകുമെന്നും ഇരു മുന്നണികളെയും ജനത്തിനും അടുത്തിരിക്കുകയാണെന്നും ടി കൃഷ്ണൻകുട്ടി പറഞ്ഞു. തീർച്ചയായും 100% ഞാൻ ജയിക്കുന്നുള്ളതാണ് പ്രതീക്ഷ. ജനങ്ങളെ അനുകൂലമായ ആ സാഹചര്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. പ്രചരണ രംഗത്ത് ചെല്ലുമ്പോൾ 2 മുന്നണികളെയും പരീക്ഷിച്ച് പരാജയപ്പെട്ടു. ഇനി പ്രതീക്ഷ BJP മാത്രമാണ് എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. കൂടുതൽ വിഷയങ്ങൾ എല്ലാ വാർഡുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ എല്ലാ ജനങ്ങളും അനുകൂലമായ അന്തരീക്ഷമാണ് പറയുന്നത്. ഭാരതീയ ജനതാ പാർട്ടി ജയിച്ചു വരുന്നില്ല, ദേശീയ ജനാധിപത്യ സഖ്യം ജയിച്ചു വരുന്നതെന്ന് പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ നടപ്പാക്കാൻ ഇരുമുന്നണികൾക്കും കഴിഞ്ഞിട്ടില്ല. പല പദ്ധതികളും പേരുമാറ്റിയാണ് നടപ്പാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനം കാണുന്നുണ്ടെന്നും ഇതെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചരണ വിഷയങ്ങളാണെന്നും ടി കൃഷ്ണൻകുട്ടി സൂചിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ തന്നെ ജനങ്ങൾ കൂടുതലായി പറയുന്നത്. പല പദ്ധതികളും ഈ സംസ്ഥാന ഗവൺമെന്റ് അട്ടിമറിക്കുന്ന ത്രിതല ഗ്രാമപഞ്ചായത്ത് പദ്ധതികളും കേന്ദ്ര സർക്കാരിന്റെ നരേന്ദ്രമോദി സർക്കാരിന്റെ പല പദ്ധതികളും അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഊർജ്ജസ്വലമായി ജനങ്ങൾക്ക് എത്തിക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികൾ ജയിച്ചു വരണം എന്നുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായം. മുതുതല ഡിവിഷനിൽ തീർച്ചയായും ജയിക്കുന്നുള്ള പ്രതീക്ഷ ജനങ്ങളെ അനുകൂലമായുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ ജനപക്ഷ വികസനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF-നും UDF-നും സാധിച്ചില്ല. അതിന് പ്രതീക്ഷ ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. പ്രചരണം ഉഷാറായിട്ട് പോകുന്നത്. ഈ മുതുതല ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 2 മുന്നണികളെ മത്സര രംഗത്ത് ഞാൻ കാണുന്നുള്ളത്. ഒന്ന് ദേശീയ ജനാധിപത്യ സഖ്യം, ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ സഖ്യമാണ് ഈ പഞ്ചായത്തിൽ മൊത്തം നോക്കിക്കുമ്പോൾ